നമസ്കാരം. സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളുള്ളത് എറണാകുളം ആലുവയിലാണ്. ആലുവ ജമാൽക്കയുടെ വീട്ടിൽ, അതായത് നമ്മുടെ എയ്സർ എന്ന് പറയുന്ന PVC ഒരു ബ്രാൻഡ് വാട്ടർ ഡ്രെയിനേജ് കട്ടർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടെൻസൈൽ റൂഫിംഗ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്കൊന്ന് കാണാം. നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നല്ല വെയിൽ, അതായത് പകൽ സമയമായി കഴിഞ്ഞാൽ വീടിൻ്റെ സിറ്റ് ഔട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് നല്ല വെയിൽ അടിച്ചു കയറും. അതേപോലെ തന്നെ ഒരു വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ അത് ഈ ഒരു ഭാഗം മുറ്റം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു മുറ്റായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്കൊരു ടെൻസൈൽ റൂഫിങ്ങിൽ ഒരുപാട് മെത്തേഡുകൾ ഇവർ ശ്രമിച്ചു നോക്കി. അതായത് ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പറകോള പോലെ ഒരു സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ കണ്ടംപററി ഡിസൈനിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒറ്റ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ്, ഈ ഗ്ലാസ് ഒന്ന് ജസ്റ്റ് കാണിച്ച്, ഒരൊറ്റ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇവര് ഒരു റൂഫിങ് ഈ ഭാഗത്ത് ഇവർക്ക് അത്യാവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളത് കുറെ ഡിസ്കഷൻ നടത്തി കുറെ കാര്യങ്ങൾ നോക്കിയതായിരുന്നു. അപ്പോൾ വീട്ടിൽ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഇത്രയും പ്രൊജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ടൂ വീലറോ കാര്യമോ എന്തെങ്കിലും ഒന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കാറ് തന്നെ നിർത്തിയിട്ട് വീട്ടിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു 1-2 വണ്ടി ബാക്ക് സൈഡിലും പാർക്ക് ചെയ്യണം. പില്ലറുകളോ കാര്യങ്ങളോ ഒന്നും ഫ്രണ്ടിൽ പാടില്ല. ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഡിസൈൻ, നമ്മളൊരു 3D ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിലോട്ട് ഒരു 3:20 പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടാണ് ഇതിന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്ത് തന്നെ. അതോടൊപ്പം തന്നെ ഇതിന്റെ പർലിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന ആ റൗണ്ട് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസൈൻ, ഇങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ ടെൻസൈൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു എൽ ഷേപ്പിൽ, അതായത് ഒരു എൽ ഷേപ്പിൽ വരുന്ന ഭാഗം പൂർണ്ണമായിട്ട് എങ്ങനെ നമ്മൾ ടെൻസൈൽ സ്ട്രക്ചർ വെച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതായത് ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അതിന്റെ സ്ലോപ്പ് ഈ ഭാഗത്തേക്കും പിന്നെ ഈ ഭാഗത്ത് നിന്ന് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കും. നമ്മൾ സാധാരണ വീടിന്റെ ഒക്കെ റൂഫ് ടൈലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ, കണ്ടംപററി ഡിസൈനിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെ ടെൻസൈൽ റൂഫിങ് നമ്മൾ ശരിക്കും 45-ൽ കറക്റ്റ് ആയിട്ട് ഒരു റാഫ്റ്റർ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ 2 ഫാബ്രിക്കും ജോയിൻ ചെയ്തിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് പില്ലറുകളാണ്. പില്ലറുകൾ രണ്ടും ഈ വീടിന്റെ മതിലിൽ അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തു. അതിന്റെ മുകളിൽ ഇവർ തന്നെ ഇവരുടെ ബ്രാൻഡായിട്ടുള്ള എയ്സറിന്റെ തന്നെ ഡ്രെയിനേജ് കട്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടിന്റെ മുറ്റത്തിന്റെ ഏകദേശം ഒരു 40% 50%ഓളം നമ്മുടെ റൂഫിങ് തന്നെ കൊടുത്തു. എന്നാൽ അത് വീടിന്റെ ഒരു ഷോയെ, ഇപ്പൊ 2 വണ്ടി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്, 2 വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിലും നമ്മളൊരു റൂഫ് അതിനൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. അതേപോലെ തന്നെ പാർക്കിംഗ് സ്പേസ് അത്യാവശ്യം കിട്ടി. ഈ രൂപത്തിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈനുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.